നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. കാരണം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കൊരു സ്കൂൾ എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജ് എഡ്യൂക്കേഷനിലോ നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലാണെങ്കിലും അതെല്ലാം നിങ്ങൾ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കേണ്ട ഒരു അറ്റൻഷൻ ഉണ്ട്. അത് എങ്ങനെ നമ്മൾ പഠിച്ചിട്ട് അത് എങ്ങനെ നമ്മൾ അതിൻ്റെ ഒരു നോളജ് ഗ്രാസ്പ് ചെയ്തിട്ട് നമ്മളത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2025 ആണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കണ്ടെത്തിയിട്ട് എങ്ങനെ നമുക്ക് അതിൽ ഒരു സംതിങ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഗതി നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക്കൽ വാല്യൂ, നിങ്ങൾക്കൊരു എക്കണോമിക്കൽ വാല്യൂ ഉണ്ടാക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു പ്രൊഡക്റ്റോ സർവീസോ കാര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് അത് ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വാല്യൂ അവർക്കും കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് ഞാൻ അന്നത്തെ വീഡിയോ സംസാരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള ഡ്രീംസും ഗോൾസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ അതിന് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഇങ്ങനെയുള്ള ഒരുപാട് സെൽഫ് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരും. ആസ് എ ഹ്യൂമൻ ബീങ് ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ്. അപ്പോൾ അതിന് ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുക എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മുടെ ഒരു ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ, നമ്മൾ കൊടുക്കുന്ന ഒരു ഡാറ്റാസ് വെച്ചിട്ടായിരിക്കും നമ്മുടെ ബ്രെയിൻ നമുക്ക് തിരിച്ച് ഡാറ്റാസ് തരുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും നോളജബിൾ ആയിട്ടുള്ള നല്ല ഡാറ്റാസ് കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ തന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ നിങ്ങളുടെ അടുത്തൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവണം, അല്ലെങ്കിൽ എങ്ങനെ അതൊരു കൺവേർട്ട് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ നീഷ്, ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് പഠിക്കാം, അതേപോലെ ബുക്ക് ത്രൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം, ബ്ലോഗ് ത്രൂ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ത്രൂ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ പറ്റിയിട്ടുള്ള മാക്സിമം ഇൻഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മാക്സിമം ഇൻഫർമേഷൻ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുമ്പോൾ, ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 2 ദിവസം കൊണ്ടോ സാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ഒരുപാട് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻ എടുത്ത് അതിൽ നിന്ന് നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങണം. ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് നല്ല ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടും, എങ്ങനെ നിങ്ങൾക്ക് അത് പ്രോസസ്സ് ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുക. അതായത് നിങ്ങളുടെ ലൈഫിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളതാണ്, ലേണിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്, ഒരു സബ്ജക്റ്റ് കണ്ടെത്തിയിട്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. ഇനി പഠിക്കുന്ന സമയത്ത് പഠിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ നോക്കിയിട്ട് പഠിക്കുന്നതായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ബുക്ക് വായിച്ചിട്ട് പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബ്ലോഗ് വായിച്ചിട്ട് പഠിക്കുന്നത്, എങ്ങനെയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരുപാട് സ്പോട്ടിഫൈയിലൊക്കെ ഒരുപാട് നല്ല പോഡ്കാസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ് എന്നുള്ളത് സെക്കൻഡ് പാർട്ടാണ്. അത് നിങ്ങളെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് മാക്സിമം നോളജ് നമ്മൾ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ മാക്സിമം നന്നായിട്ട് നമുക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ ഐഡിയാസ് നമ്മുടെ ബ്രെയിൻ നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ എടുക്കുന്ന സമയത്തുള്ള നമ്മുടെ ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പം ഒരു നിശ്ചിത സബ്ജക്റ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് മിക്കവാറും സമയങ്ങളിലും നമ്മുടെ ബ്രെയിൻ ചിലപ്പോൾ അതിന് അലോ ചെയ്യില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ളൊരു വിൽ പവർ ഇല്ല. നമ്മുടെ ഒരു വീക്ക്നെസ് അവിടെ നല്ല രീതിയിൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ എന്ത് കാര്യത്തെ കുറിച്ചിട്ട് പഠിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലും ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെയുള്ള
ഒരു സംഗതിയാണ്. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഒരു നിശ്ചിത ഇപ്പൊ നിങ്ങൾക്ക് ഫൈനാൻസിനെ കുറിച്ചിട്ട് പഠിക്കണം അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ചിട്ട് പഠിക്കണം. അപ്പൊ ആ ഒരു നിശ്ചിത ടോപ്പിക് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡിസ്ട്രാക്ഷൻസ് എന്നെല്ലാം മാറി നിന്നിട്ട് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇരുന്നിട്ട് നല്ലൊരു എൻവയറമെന്റിൽ ഇരുന്നിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പഠിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, അതല്ല എൻ്റെ കോളേജ് ഡിഗ്രി കിട്ടി, എൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതല്ല. നിങ്ങളുടെ ആക്ച്വലി റിയൽ ലെസൺസ്, അതായത് നിങ്ങളുടെ പഠിത്തം ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കോളേജ് എഡ്യൂക്കേഷന് ശേഷമാണ്. അപ്പൊ അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്, നോളജ്, അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു ജോലിക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത് ഒരു ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ നിങ്ങൾ അത് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പഠനം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്താ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു എന്റർടൈൻമെന്റ് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. അതെല്ലാം ചിലപ്പം വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് എങ്ങനെ ഫിൽട്ടർ ചെയ്യാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് കാര്യത്തെ പറിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫൈനാൻസിനെ കുറിച്ചിട്ട് പഠിക്കണം അല്ലെങ്കിൽ ബിസിനസിനെ കുറിച്ചിട്ട് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ഫൈനാൻസിനെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു പാഷൻ മാത്രം നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാനിരുന്ന് ചിലപ്പോൾ ഫൈനാൻസിനെ കുറിച്ചിട്ട് പഠിക്കുന്നത് നിങ്ങൾക്ക് അത്ര ഒരു പാഷൻ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ. കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ടേംസ് ഉണ്ടാവും, നമ്മൾ കമ്പനിയെ കുറിച്ചിട്ട് പഠിക്കേണ്ടി വരും, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ബിസിനസ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈനാൻസ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം അവിടെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരും, പഠിക്കാനുള്ളൊരു താല്പര്യം നിങ്ങൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ പാഷൻ മാത്രം വെച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു ചിലപ്പം നിങ്ങളുടെ ഏറ്റവും വലിയൊരു പാഷൻ ചിലപ്പോൾ നിങ്ങളൊരു ഫുട്ബോൾ പ്ലെയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഓക്കെ ഞാനൊരു ഫുട്ബോൾ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞാൻ എൻ്റെ നാട്ടിൽ ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പാഷൻ മാത്രം കൊടുത്തെന്ന് വിചാരിച്ചിട്ട് അതിന് ഡിമാൻഡ് ഉണ്ടാവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് പൈസ കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്കണോമിക്കൽ വാല്യൂ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് അത് നിങ്ങൾ ബിൽഡ് ചെയ്ത് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ബിൽഡ് ചെയ്യുക, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് അത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷൻ മാത്രം നോക്കാതെ നിങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. സ്കിൻ ഇൻ ദ ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. ആ ടേം എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ഒരു മനുഷ്യന്റെ ഒരു സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ സ്കിൻ ഇൻ ദ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ കാര്യത്തെ കുറിച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഇൻവോൾവ് ആവുക. ആ ഒരു കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിൽ ഇൻവോൾവ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഫോഴ്സ് ചെയ്യുന്ന ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷനാണ്. നമുക്ക് പല രീതിയിലായിരിക്കും മോട്ടിവേഷൻ കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു കമ്പനീൻ്റെ കുറിച്ചിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്പനിയെ കുറിച്ചിട്ട് പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എന്തെങ്കിലും ഒരു കമ്പനിയെ കുറിച്ചിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ആ ഒരു കമ്പനി എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുക ആ ഒരു നിശ്ചിത കമ്പനി നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കമ്പനിയുടെ കുറച്ച് ഷെയർ നിങ്ങൾ മേടിച്ചു വെക്കുക. സ്കിൻ ഇൻ ദ ഗെയിം എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിച്ചത് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ നിങ്ങൾ ഇൻവോൾവ് ആവുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കമ്പനിയെ കുറിച്ചിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഷെയർസ് മേടിക്കാം. അതുപോലെ നിങ്ങൾക്ക് NFT കുറിച്ചിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ NFT റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ആവുക, എന്തെങ്കിലും ഒരു NFT മേടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് ജിമ്മിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ഡെയിലി വർക്ക്ഔട്ട് ഒക്കെ നിങ്ങൾ അതിൽ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ദിവസം പോയില്ലാന്നുണ്ടെങ്കിൽ
ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ സൈക്കോളജിക്കലി ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും. കാരണം മറ്റുള്ളവർ ഓൾറെഡി പോയിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ഒരു മനുഷ്യന്റെ ഒരു മോട്ടിവേഷണൽ കാര്യങ്ങളൊക്കെ, അപ്പോൾ നിങ്ങൾ ഡെയിലി പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടും. നിങ്ങൾ ഇന്ന് എന്താണ് വർക്ക് ഔട്ട് ചെയ്തതെന്നൊക്കെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആ ഒരു ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പിൽ നിങ്ങളും കൂടി ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു സ്കിൻ ഇൻ ദ ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ആ ഒരു നിശ്ചിത ഫീൽഡിൽ നിങ്ങൾ നിന്നുകൊണ്ട് കാര്യങ്ങൾ പഠിക്കുക, അതിൽ നിന്നുകൊണ്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ടെക്നിക്കാണ് ഫെയ്മാൻ ടെക്നിക്ക്. ഫെയ്മാൻ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യത്തെ കുറിച്ചിട്ട് പഠിക്കണം, ഇപ്പൊ നിങ്ങൾക്ക് ഫൈനാൻസ് റിലേറ്റഡ് പഠിക്കണം അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് പഠിക്കണം. അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നിങ്ങളത് സ്വയം വേറൊരു കുട്ടിക്ക്, ഒരു 7 വയസ്സുള്ള കുട്ടിക്ക്, ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റണം. അത് പറഞ്ഞ് അല്ലെങ്കിൽ അതൊരു പേപ്പറിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു 7 വയസ്സുള്ള ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടിക്ക് നിങ്ങൾ എങ്ങനെ നിങ്ങൾ പഠിച്ചൊരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുള്ള രീതിയിൽ നിങ്ങൾ അതൊരു പേപ്പറിൽ എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം അത് നിങ്ങൾ ഒരു വലിയൊരാൾക്ക്, അതായത് കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള ഒരു 30-35 വയസ്സുള്ള ഒരു ആളുകൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു സ്റ്റേജിൽ നിന്നിട്ട് നിങ്ങൾ പഠിച്ചൊരു കാര്യം നിങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അത് പ്രസന്റ് ചെയ്യാന്നുള്ളത് ഈ ഒരു നിങ്ങൾ ആദ്യം പറഞ്ഞു കൊടുത്ത ആ ഒരു കുട്ടിക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക ഒന്നും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് വേറൊരു രീതിയിൽ നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾ അത് പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾക്ക് വേറൊരാൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ നോളജും കൂടി അവിടെ ഭയങ്കരമായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ ഫെയ്മാൻ ടെക്നിക്ക് ആണെങ്കിലും സ്കിൻ ഇൻ ദ ഗെയിം, ഇതൊക്കെ ഞാൻ വായിച്ച ബുക്കുകളിൽ നിന്നും ഞാൻ പലയിടത്തുനിന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നാളെ എനിക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് എപ്പോഴെങ്കിലും ഡൗൺ ഫീൽ ചെയ്യുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഓൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ നോക്കിയിട്ട് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെഫിനറ്റ്ലി യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണം. അതല്ല നിങ്ങൾക്ക് ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ എഴുതുക, ഒരു ലിങ്ക്ഡിനിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ഒരു ആർട്ടിക്കിളായിട്ട് നിങ്ങൾ എഴുതാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജും കിട്ടും. നിങ്ങളത് മറക്കാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ മൈൻഡിൽ അത് ഓൾറെഡി പതിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു കാര്യവും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മാക്സിമം മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവിടെ എൻ്റെ നോളജ് വളരെ നല്ല രീതിയിൽ എനിക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ പഠിച്ച കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെ കിടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നാളെ എനിക്ക് ആവശ്യം വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയിട്ടോ എൻ്റെ യൂട്യൂബിൽ പോയിട്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എനിക്ക് അതിൽ തന്നെ ഗ്രാസ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചർമാർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല. നിങ്ങൾ പഠിക്കുന്ന ചെറിയ കാര്യമായാലും വലിയ കാര്യമാണെങ്കിലും അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് 2025 ആണ്. 2025 ഓൾറെഡി ഇപ്പോൾ നമ്മൾ കുറച്ച് ഡേയ്സ് ഒക്കെ പാസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ജിമ്മിലൊക്കെ പോകാന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ഹെൽത്ത് ബേസ്ഡ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ഒരു പുതുവർഷം വരുമ്പോൾ നിങ്ങളെല്ലാവരും പുതിയ തീരുമാനങ്ങൾ എടുക്കും, ജിമ്മിൽ പോകും. പക്ഷെ ഒരു വിത്തിൻ 10 ഡേയ്സ് 15 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ച പോകുമ്പോഴത്തേക്ക് നിങ്ങൾ സ്റ്റക്കാവും. നിങ്ങൾക്ക് പിന്നീട് പോകാനും മടിയായിരിക്കും, നിങ്ങൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യില്ല. ജിമ്മൊക്കെ നടത്തുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സീസൺ ടൈം എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി മാസമാണ്. കാരണം ആ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ വന്നിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യും, പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്തൊരു കാര്യം നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിലും ഇറ്റ് വിൽ ടേക്ക് 66 ഡേയ്സ്, അതായത് 66 ദിവസം എടുക്കും നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഒരു ഹാബിറ്റ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു 66 ദിവസം എന്ന് പറയുന്നത് ഫസ്റ്റ് ഡേ, അതായത് ഫസ്റ്റ് 22 ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ടഫായിരിക്കും. ആ ഒരു 22 ദിവസം പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത 22 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെന്റലി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളെ ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങളെ ബാക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ തന്നെ നിങ്ങളോട് തന്നുകൊണ്ടിരിക്കും പോകണ്ട എന്നുള്ള രീതിയിൽ. അതും കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഒരു 22 ഡേയ്സിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 66 ദിവസത്തിനകത്ത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. ഒരു ഹാബിറ്റായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം നിങ്ങൾ ഓൾറെഡി
അത്രയും ഒരു വിൽ പവർ നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. പക്ഷെ ആക്ഷൻസ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്തൊരു ഒരു പുതിയ ഹാബിറ്റ് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ് വിൽ ടേക്ക് 66 days. ആൻഡ് ഈ ഒരു 66 ദിവസത്തിനകത്ത് പല ചാലഞ്ചസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ഒരു ബ്രെയിൻ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുള്ളൂ. നിങ്ങളുടെ ആ ഒരു വിൽ പവർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പായിട്ട് വരുള്ളൂ. ഒരു വിൽ പവർ, നല്ലൊരു വിൽ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇടാതെ തന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു കാര്യം ചെയ്തു തുടങ്ങും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു പുതിയ വർഷമാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ വർഷത്തിനായിട്ട് നോക്കി നിൽക്കാതെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾക്ക് തീരുമാനം എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തീരുമാനം എടുക്കുക. നിങ്ങളൊരു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വളരെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളൊരു ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. അതിപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളിപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് വെക്കാം. അതല്ല നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ജേർണലായിട്ട് എഴുതി വെക്കാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു മോട്ടിവേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ഹ്യൂമൻ ബോഡി എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത്, ഒരു ഹ്യൂമൻ ബ്രെയിൻ എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തിയറി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ.